നമസ്കാരം. മുജീബ് ടിപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അലൂമിനിയത്തിന്റെ വിവിധ തരം തിക്നെസ്സുകളെ പറ്റി സംസാരിക്കാം. ഇന്ന് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ 2.5 നോർമലി 2.5 എന്ന് പറയുന്ന മെറ്റീരിയലാണ്. അതായത് 63x38 mm സെക്ഷനാണ്. അധികം ഉപയോഗിക്കുന്ന സെക്ഷൻ ആയതുകൊണ്ടാണ് ഈ 2.5 സെലക്ട് ചെയ്യാൻ കാരണം. ഇതാണ് നോർമലി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 2.5 പ്ലെയിൻ സെക്ഷൻ, 63x38 mm പ്ലെയിൻ സെക്ഷൻ. ഇത് നോർമൽ വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന സെക്ഷനാണ്. ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 0.85 mm തിക്നെസ് ഉണ്ട്. ഇതിന്റെ ഒരു ലെങ്ത്തിന്റെ വെയിറ്റ് വരുന്നത് 3 മീറ്റർ 65 സെന്റിമീറ്ററിലെ സെക്ഷന്റെ വെയിറ്റ് വരുന്നത് 1 കിലോ 600 ഗ്രാമാണ്. ഇത് നോർമലി ഔട്ടർ ഫ്രെയിം ഒക്കെ ഉണ്ടാക്കാനും ചെറിയ ഫിക്സഡ് കാര്യങ്ങൾക്കും ചെറിയ ഷോക്കേസുകൾ, അലമാരികൾ, വാൾഡ്രോപ്പുകളിലൊക്കെ ചെറിയ രീതിയിൽ റൈറ്റ് കുറഞ്ഞ രീതിയിൽ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഇത്. ഈ തിക്നെസ് അതിനെ ഉപയോഗിക്കുന്ന തിക്നെസ് ആണ്. നമുക്ക് അടുത്ത തിക്നെസ് ഇതാണ്. ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 1.6 mm തിക്നെസ് ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഇതിന്റെ വെയിറ്റ് വരുന്നത് 2 കിലോ ആണ്. നോർമലി വിൻഡോസിന്റെ ഔട്ടർ ഫ്രെയിം അടിക്കാൻ ഉപയോഗിക്കുന്ന സെക്ഷനാണിത്. പിന്നെ ഇപ്പൊ പുതുതായിട്ട് വിൻഡോസിന്റെ ഔട്ടർ ഫ്രെയിം അടിക്കുമ്പോൾ SS റാഡ് ഇട്ട് ഔട്ടർ ഫ്രെയിം അടിക്കാൻ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് വുഡിന്റെ കളറുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വുഡാണെന്ന് തോന്നുകയുള്ളൂ. ഇതിന്റെ വെയിറ്റ് പറയുന്നത് 2 കിലോ ആണ്. ഇതിന്റെ വെയിറ്റ് പറയുന്നത് നോർമലി അധികം ഉപയോഗിക്കുന്ന സെക്ഷൻ 2 കിലോ തൊട്ട് 1.600 തൊട്ട് 2 കിലോ വരെയുള്ള സെക്ഷനാണ് നോർമൽ ഉപയോഗിക്കുന്ന സെക്ഷൻ. നമുക്ക് മീഡിയം, നോർമൽ ഷോപ്പുകളിൽ മീഡിയം സെക്ഷൻ എന്ന് പറയാം. അടുത്തതായിട്ട് ഗവൺമെന്റ് വർക്കുകൾ, ഫ്ലാറ്റുകളുടെ വർക്കുകൾക്കൊക്കെ പ്രിഫർ ചെയ്യുന്ന തിക്നെസ് എന്ന് പറഞ്ഞാൽ 2 mm മേൽപോട്ടാണ്. ഇത് 2.5 mm തിക്നെസ് ഉള്ള സെക്ഷനാണ്. ഇതിന്റെ വെയിറ്റ് പറയുന്നത് 4 കിലോ തൊട്ട് 4,500 വരെയാണ് ഇതിന്റെ നോർമൽ വെയിറ്റ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് നല്ല വലിയ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ ഓഫീസുകൾ, ഗവൺമെന്റ് വർക്കുകൾ കോൺട്രാക്ട് ബേസ് ചെയ്ത് തിക്നെസ്, അതായത് അതിന്റെ ഡയമീറ്റർ കറക്റ്റ് പറഞ്ഞിരിക്കുന്ന സെക്ഷനുകൾക്ക് സെക്ഷന്റെ തിക്നെസ്സും, ഇതിപ്പോ ഹിൻഡാൽകോയുടെ സെക്ഷനാണ്. നമ്മുടെ കമ്പനികളുടെ സ്ട്രക്ചർ ഡിസൈൻ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത വർക്കുകൾക്കാണ് ഇങ്ങനത്തെ സെക്ഷൻ ഉപയോഗിക്കുന്നത്. ഇത് പറയുന്നത് ഗവൺമെന്റ് വർക്കുകൾക്കാണ്. 3 mm മേലെയുള്ള സെക്ഷനുകൾ പറയുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഈ കയ്യിലിരിക്കുന്ന സെക്ഷന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3.3 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഇതിന്റെ വെയിറ്റ് പറയുന്നത് 5,800 തൊട്ട് 6 കിലോ വരെയാണ് നോർമൽ ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഇതും ഹിൻഡാൽകോയുടെ സെക്ഷനാണ്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതിന്റെ കറക്റ്റ് എല്ലാ ഭാഗത്തും ഈക്വൽ തിക്നെസ് ആയിരിക്കുള്ളൂ. അതാണ് ഹിൻഡാൽക്കോയും ജിൻഡാലിലൊക്കെ ഉള്ള പ്രത്യേകതകൾ അതാണ്. അതായത് ഗവൺമെന്റ് വർക്കുകൾ അപ്രൂവ് ചെയ്ത മെറ്റീരിയലാണ്. ഇതിന്റെ സെക്ഷൻ നമ്പറും ഇതിന്റെ സ്കെച്ചും ഒക്കെ പറഞ്ഞായിരിക്കും വർക്ക് എടുക്കുന്നത്. നമുക്ക് നോർമലി നമ്മൾ വീടുകളിലൊക്കെ ഇട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റ് കൂടുതലാവുന്ന ഉള്ള പ്രശ്നമുള്ളൂ. നമ്മൾ പുതിയതായിട്ട് വർക്ക് എടുക്കുമ്പോഴൊക്കെ നമുക്ക് എൻഡ് കസ്റ്റമറോട് പറഞ്ഞ് ഇങ്ങനത്തെയൊക്കെ സെക്ഷനുകൾ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ഇങ്ങനത്തെയൊക്കെ സെക്ഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഹെവി സെക്ഷൻ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ സെക്ഷൻ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഹെവി സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സെക്ഷന്റെ തിക്നെസ്സും അറിഞ്ഞിരിക്കണം, ഇതിന്റെ വെയിറ്റും എന്തോരം ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം നമുക്ക് ഹെവി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ ഹെവി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കിത് നോർമൽ ഷോപ്പുകളിലൊന്നും കിട്ടുന്ന സെക്ഷൻ അല്ല. ഇത് നമ്മൾ ഓർഡർ കൊടുത്തിട്ട് വരുത്തി എടുക്കുന്ന സെക്ഷനുകളാണ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അതാണ്. പിന്നെ നിങ്ങൾ ഒരു വർക്കർ ആണെങ്കിൽ ഇതുപോലുള്ള, ഇതിപ്പോ ഒരു വെർണിയർ കാലിപ്പറാണ്, നമ്മൾ ഡിജിറ്റൽ വെർണിയർ കാലിപ്പറാണ്. അപ്പൊ ഇതൊക്കെ തിക്നെസ് നമുക്ക് എൻഡ് കസ്റ്റമറെ തിക്നെസ് പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമുള്ളതാണ്. ഇപ്പൊ ഇത് നമുക്ക് സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലിപ്പർ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ തിക്നെസ് ഇതിന്റെ തിക്നെസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് തിക്നെസ് കിട്ടും. തിക്നെസ് ഇപ്പൊ ശരിക്ക് ഉപയോഗിക്കുന്ന നല്ലത് സ്ക്രൂ ഗേജ് ആണ്. കുറച്ചും കൂടെ ഇതായിട്ട് വെർണിയർ കാലിപ്പറിലും നല്ലത് സ്ക്രൂ ഗേജ് ആണ്. നമുക്കതിന് തിക്നെസ് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളത്. ഇത് കുറച്ച് കൂടെ കോംപ്ലിക്കേഷൻ, അതായത് എഞ്ചിനീയറിംഗ് വർക്ക്സുകൾക്കാണ് ഈ വെർണിയർ കാലിപ്പർ നോർമലി അധികം ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നമുക്ക് ഇന്നർ സൈസും ഔട്ടർ സൈസൊക്കെ അളക്കാൻ എളുപ്പത്തിൽ സാധിക്കും. ഇപ്പൊ തന്നെ ഇതിന്റെ ഇന്നർ സൈസ് അളക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്ക്
ഇതിന്റെ ഇന്നർ സൈസ് ഇതിലിപ്പോ ഇങ്ങനെ അറിയും. ഇത് വേണമെങ്കിൽ ഔട്ടർ സൈസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കിയാലും അറിയാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഡെപ്ത് അളക്കണമെങ്കിലും ഇതിപ്പോ ഇങ്ങനെ ഡെപ്ത് അളക്കാനും പറ്റും. വേണ്ട, അപ്പൊ ഇത് ശരിക്ക് നമ്മ എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകൾക്ക് പരിചയമുള്ള ഐറ്റം ആയിരിക്കുള്ളൂ. ഇതൊക്കെ നമുക്ക് ഒരെണ്ണം വർക്കർ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി നല്ലതായിരിക്കും. നമുക്ക് ഓരോരുത്തർക്ക്, നമുക്ക് കസ്റ്റമർ ആണെങ്കിൽ പോലും ഷോപ്പുകാരാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ തിക്നെസ് ഡൗട്ട് പറയണമെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ലാസ്റ്റിൽ വെച്ച് നോക്കുകയും ചെയ്യാം. MM-ന് വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ വെയിറ്റ് എടുക്കാനായിട്ട് വെയിറ്റ് ബാലൻസും വേണം. ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആരും ഷോപ്പുകാരാവട്ടെ ആരും കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള അറിവുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.